ഇന്ന് സമൂഹം വളരെ ബോധമില്ലാത്തവരായി പോയിരിക്കുന്നോ എന്ന് സംശയം. കാരണം ധാരാളം ഇബാദത്തുകൾ ചെയ്യുകയും എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടു കിട്ടിയാൽ അത് പറഞ്ഞു നടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത ഈ ഇബാദത്ത്, ഈ നിസ്കാരം, ഈ നോമ്പ്, ഈ ഹജ്ജ് ഒക്കെ ഒരു പക്ഷേ അവൻ പൊരുത്തം തന്നിനെ അവന് കൊടുക്കേണ്ടി വരും ആഖിറത്തില്. ഇത് റസൂലുള്ളാഹിന്റെ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് കൈ വലഞ്ഞ വ്യക്തി എന്ന് ചോദിച്ചതിന് സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ കൈ വലഞ്ഞവൻ എന്ന് പറഞ്ഞ സാമ്പത്തിക ശേഷിയില്ല, അവനക്ക് കച്ചവട ചരക്കുകളും ഇല്ല, ഒന്നുമില്ലാത്ത വ്യക്തിക്കാണ് അങ്ങനെ പറയല്. നബി പറഞ്ഞു അതൊന്നുമല്ല, വലിയ ഇബാദത്തിന്റെ കൂമ്പാരങ്ങളുമായി നാളെ ആഖിറത്തിൽ വന്നതുകൊണ്ട് സ്വർഗത്തിൽ പോവാമെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ നിൽക്കും. പക്ഷേ ഒരാൾ വന്ന് അയാൾ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, എന്നെ പൊരുത്തപ്പെടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിന് പകരം വേണമെന്ന് പറയും, ഇവൻ്റെ അമല് കൊടുക്കും. വേറൊരാൾ വന്ന് ഇവൻ എൻ്റെ ഈബത്ത് പറഞ്ഞു, അത് എന്നെ പൊരുത്തപ്പെടിച്ചിട്ടില്ല, ഞാനത് പൊരുത്തപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിന് പകരം കിട്ടണം. ഇങ്ങനെ വരുന്നവർക്കൊക്കെ ഇവന്റെ ഇബാദത്തുകൾ കൊടുത്ത് തൃപ്തിയായോ എന്ന് ചോദിക്കുന്നത് വരെ അള്ള കൊടുക്കുമെന്നാണ് ഹദീസിലുള്ളത്. കൊടുത്ത് എല്ലാം തീർന്നു കഴിയുമ്പോൾ വീണ്ടും പരാതിക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ വരുന്നവർക്ക് കൊടുക്കാൻ ഇവന്റെ കയ്യിൽ അമലില്ല. അപ്പോൾ അവരുടെ ദോഷം പിടിച്ച് ഇവന്റെ മേൽ ചുമത്തിയിട്ട് അവരെ സ്വർഗത്തിലേക്കും വിടും, ഇവനെ നരകത്തിലേക്കും വിടും. ഇവനാണ് എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നാവ് വേണ്ടതുപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ വെറുതെ അമൽ ചെയ്യാതെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ വല്ലകുൽ ഖൈറ, നിങ്ങൾ ഖൈറിനെ പറയാം. അല്ല പറയാനില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഔലി യസ്മുത്, മുണ്ടാതിരുന്നേക്ക്, ഒന്നും പറയണ്ട, ഒരാളുടെ കുറ്റം അന്വേഷിക്കണ്ട. അത് അവനിലുള്ളതാണെങ്കിലോ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ അത് അവനുണ്ടായിക്കോട്ടെ, ഉള്ള കാര്യമാണ് പറയാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല, അവനക്കത് പറയേണ്ട ഇഷ്ടമില്ലെങ്കിൽ പറയാൻ പാടില്ല. ഇത് ദൈവത്തിൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അത് നമ്മൾ പറയാൻ അയാൾക്ക് ഇഷ്ടമല്ല, പറയണ അയാൾക്ക് ഇഷ്ടമല്ല, എന്നാൽ പറയരുത്. അത് പറഞ്ഞാൽ ഈബത്താണ്. അയാൾ പൊരുത്തം തന്നില്ലെങ്കിൽ നമ്മളെ പണിയൊന്നും നടക്കില്ല, ബാക്കി ഏത് അഹങ്കാരവും നടക്കും, ഈ വിഷയത്തിലൊന്നും അഹങ്കാരം നടക്കില്ല. അവിടെ ചെന്ന് അമല് കൊടുത്ത് പൊരുത്തപ്പെടിക്കും. അമലില്ലാതെ വന്ന് അവരെ ദോഷം പിടിച്ച് നമ്മുടെ മേലിട്ട് നമ്മളെ നരകത്തിൽ വിടും. അതുകൊണ്ട് നാവ് സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും പ്രഭാതത്തിലാകുമ്പോഴും എല്ലാ അവയവങ്ങളും ആരോട്, നാവിനോട് താണുകയാണ് അപേക്ഷിക്കും, അല്ലെങ്കിൽ എന്ത് അഭയം തേടും.